ജീവിതത്തിൽ ഒരുപാട് വീഴ്ചകൾ അനുഭവിച്ചവരാണ് നമ്മളിൽ പലരും. ചിലരൊക്കെ അതിൽ നിന്ന് കരയേറുക ചെയ്തു, ചിലരൊക്കെ അതിലങ്ങ് ഇല്ലാണ്ടാകുകയും ചെയ്തു. എന്നാൽ ചില നേരത്തെ ഓരോ ചിന്തകൾ കൊണ്ട് കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ കാണിച്ചു കൂട്ടിയ ഓരോ തെറ്റുകള്, ആ കാഴ്ചപ്പാടുകളൊക്കെയാണെന്ന് മാറ്റി ചിന്തിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു തന്ന ഒരു പുസ്തകം ബെറീഡ് തോട്ട്സ്. ജോസഫ് അന്നൻകുട്ടി ജോസിന്റെ ബെറീഡ് തോട്ട്സ് വായിക്കാൻ ഇരിക്കെ തന്നെ മനസ്സിലേക്ക് ആദ്യം വന്നത് എന്തായിരിക്കും ഇതിനുള്ളില് എന്നതാണ്. എന്നാൽ വിത്തൗട്ട് ജഡ്ജ്മെന്റ് ഈ ഒരു പുസ്തകം വായിക്കാനായിട്ട് സാധിച്ചു തീർത്തു എന്നുള്ളതാണ് ഏറ്റവും മനോഹരമാക്കി തീർന്നത്. എങ്ങനെയായിരിക്കും, എന്തായിരിക്കും എന്നൊന്ന് അല്ല കാര്യം, എന്ത് സംഭവിച്ചു എന്നുള്ളതിൽ നിന്ന് എങ്ങനെ ഉയർത്തെഴുന്നേക്കാൻ പറ്റുന്നുള്ളത് എന്താണ് ഏറ്റവും വലിയ മഹത്വം എന്ന് മനസ്സിലാക്കി തന്നൊരു പുസ്തകം. അതെ, സ്നേഹം തന്നെയാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം. ആ സ്നേഹത്തിൽ ഒരു പക്ഷെ നമ്മൾ ഇല്ലാണ്ടായി പോയിട്ടുണ്ടാവാം. എന്നാൽ ആ സ്നേഹമൊക്കെയും നാളെ ഒന്നിനു വേണ്ടിയുള്ള ഒരു പുതിയ പ്രതീക്ഷയെ തന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ നിന്റെ വലിയൊരു തെറ്റിനെ അത് നിന്നിൽ നിന്ന് മാറ്റി തന്നിരിക്കുകയാണ് എന്ന് തോന്നിപ്പിച്ചതുപോലത്തെ ചില വരികള് അച്ഛനെയും അമ്മയും കൂട്ടുകാരെയും അങ്ങനെ ആരെയൊക്കെയോ എവിടെയൊക്കെയോ പരസ്പരം അടുക്കാത്തവരെയും പരസ്പരം കണ്ടുമുട്ടിയിട്ടില്ലാത്തവരെയും ഇനിയും ആരെയൊക്കെയോ കാണാൻ കിടക്കുന്നു എന്നും കൂടിയുള്ള പ്രതീക്ഷ നൽകിയ ഒരു പുസ്തകം. അതെ, ബെറീഡ് തോട്ട്സ്, വൺ ലൈഫ് മെനി സ്റ്റോറീസ്.